ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ കേക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഡിങ് ഡോങ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതും വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കേക്കിന് നമുക്ക് വിപ്പിംഗ് ക്രീമോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുപോലെ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാമിൻ്റെ കപ്പാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇത്രയും ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു 2 വട്ടമൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചിടേണ്ടത്. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത്, തണുപ്പ് മാറ്റിയ ശേഷം എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളിത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുക കേട്ടോ. വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബൗൾ ഇതുപോലെ ചരിച്ച് പിടിച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പതഞ്ഞ് കിട്ടും. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് വിസ്ക് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ ചരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഇതാ അത്യാവശ്യം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇതുപോലെ കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഡിങ് ഡോങ് കേക്ക് അല്ലേ, കുറച്ച് സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഏതെങ്കിലും മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊരു 1/4 കപ്പിൽ താഴെ മതിയാവും. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്റർ ഒന്നുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരാവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി അത് നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു പാനിലാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി ഞാനിവിടെ ഇതുപോലൊരു ദോശയുടെ പാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു വെയിറ്റ് കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആവിയൊന്നും പോവാതെ നന്നായിട്ട് കേക്ക് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്ത ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഒരുപാട് പൊങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരുപാട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കേക്ക് 2ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിങ് ഡോങ് കേക്കിന് 2 ലെയർ കേക്കാണ് കേട്ടോ വേണ്ടത്. 3ആയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട, 2ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി കേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മളൊരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതായത് മൈദ നന്നായിട്ട് കുറുകി അതൊന്ന് വെന്ത് വരില്ലേ, ആ ഒരു പാകം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിച്ച് പോകും കേട്ടോ. ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ക്രീം പോലെ ഒരു പേസ്റ്റ് പോലെ കിട്ടുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈദയുടെ ആ ഒരു പച്ച ഇതൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വരണം. ഇപ്പോൾ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ.
ഇനി വേറൊരു ബൗളെടുക്കുക. അതിലേക്ക് നമ്മളൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ കുറച്ചൊരു തണുപ്പുള്ള ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഒരുപാട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിൽ ക്രീമി ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തണുത്തിട്ടുള്ള ബട്ടർ തന്നെ എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ബട്ടറിൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് കുറച്ച് വൈറ്റായിട്ട് നല്ല ഇങ്ങനെ ക്രീമി ആയിട്ട് വരാനായിട്ട് തുടങ്ങും. സാധാരണ നമ്മുടെ ബട്ടർ ക്രീമില്ലേ, അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര കൂടെ ചേർത്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ക്രീം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് ഇല്ലേ, അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു ക്രീം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ. നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കേക്കിന് ഈ ഒരു ക്രീമാണ് ഇതിൻ്റെ മെയിൻ. ഷുഗർ സിറപ്പ് ഒഴിക്കുകയാണെങ്കിൽ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 50 ഗ്രാമോളം നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാകുമ്പോൾ കുറച്ചൊരു കയ്പ്പ് വരും നമ്മുടെ ക്രീമിന്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ക്രീമും 1 സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഡബിൾ ബോയിൽ ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം കൊണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കേക്കിന് ഒരുപാട് ഇങ്ങനെ നമുക്ക് ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ എൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. വേറെ രീതിയിലൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ 3-4 ബദാം കൂടെ വെച്ച് കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിങ് ഡോങ് കേക്ക്. ഞാൻ പറഞ്ഞ പോലെ ക്രീമൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷിൽ ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ്. പ്രത്യേകിച്ച് ആ ഉള്ളിൽ ആ ഒരു ബട്ടർ ക്രീമും അതുപോലെ പുറമേ ആ ഒരു ചോക്ലേറ്റുമായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക് യു.